നമസ്കാരം. അന്തിച്ചർച്ച ആരംഭിക്കുന്നു. രാജ്ഭവനിൽ ഇന്ന് ഒരു മഞ്ഞുരുക്കം എല്ലാവരും പ്രതീക്ഷിച്ചു. നാളുകൾക്ക് ശേഷം മുഖ്യമന്ത്രിയും ഗവർണറും നേർക്കുനേർ തൊട്ടടുത്ത കസേരകളിലിരുന്ന ദിവസമാണിന്ന്. തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും എല്ലാം അപ്പുറം ഇരുവരും പരസ്പരം പുഞ്ചിരിക്കും, ഹസ്തദാനം നടത്തും. അതിനുശേഷം മഞ്ഞുരുക്കത്തിൻ്റെ ഭാഗമായി ചില ചർച്ചകൾ പോലും ഉണ്ടായേക്കും എന്ന പ്രതീക്ഷ പൊതുവിലുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും സംഭവിച്ചില്ല. ഇരുവരും അവരുടെ പരസ്പര വൈര്യം അത് അങ്ങേയറ്റം പ്രകടമാക്കുന്ന കാഴ്ചകളാണ് ഇന്ന് രാജ്ഭവനിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നമ്മൾ കണ്ടത്. ഈ വൈര്യം പരിധി വിടുന്നുണ്ടോ? ഒപ്പം ഇതിൻ്റെ ഭാവി എന്താണ്? പൊതുസമൂഹത്തെ, പൊതുജനങ്ങളെ, രണ്ട് ഭരണഘടനാ പദവികളിലിരിക്കുന്ന രണ്ടുപേരും തമ്മിലുള്ള വൈര്യം എത്ര കണ്ട് ബാധിക്കും? ഇതിൻ്റെ രാഷ്ട്രീയമെന്ത്? നമുക്ക് പരിശോധിക്കാം. അന്തിച്ചർച്ചയിലേക്ക് സ്വാഗതം. ഡാൻ കുര്യനും ബിബി വിനോദും ഒപ്പമുണ്ട്. ഡാൻ, നമ്മൾ ഗവർണർ, മുഖ്യമന്ത്രി, സർക്കാർ പോര് ഇത് നമ്മൾ പല നാളുകളായി പലവട്ടം കണ്ട കാഴ്ചകളാണ്. പലപ്പോഴും ഇങ്ങനെ ഏറ്റുമുട്ടലുണ്ടാവുന്നു, തർക്കങ്ങളുണ്ടാവുന്നു, പരസ്പരം പോരടിക്കുന്നു, മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. ഇതിനെല്ലാം ഒടുവിൽ ഇരുവരും ഒത്തുചേരുന്ന അവസരങ്ങളിൽ അവർ സൗഹൃദം പങ്കിടുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പല അനുനയ ശ്രമങ്ങളും ആ തരത്തിൽ നമ്മൾ കണ്ടിരുന്നു. ഇന്നത്തെ ഈ രാജ്ഭവനിലെ സത്യപ്രതിജ്ഞാ വേദിയിലും അത്തരം ചില കാഴ്ചകൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇന്നലെ ഗവർണറോട് അത് സംബന്ധിച്ച ചോദ്യത്തോട് അദ്ദേഹം ഒരു വ്യക്തത വരുത്താതെ മറുപടിയാണ് നൽകിയത്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഡാൻ പ്രതീക്ഷിച്ചിരുന്നു. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ഇരുവരും തമ്മിൽ ഒരു മഞ്ഞുരുക്കത്തിൻ്റെ സാഹചര്യം ഉണ്ടാകുമെന്ന് അങ്ങനെ പ്രതീക്ഷയുണ്ടായിരുന്നു? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു മഞ്ഞുരുക്കലിന് സാധ്യത ഉണ്ടാവുന്നത്. അതിൻ്റെ കാരണം, ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ സർക്കാരും ഗവർണറും തമ്മിൽ നിരവധി തവണ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ബില്ലുകളിൽ ഒപ്പിടാൻ, ഓർഡിനൻസുകളിൽ ഒപ്പുവെക്കാൻ അദ്ദേഹം വൈകുന്നതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ചായ സൽക്കാരത്തിനപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ അതിൽ നിന്ന് തികച്ചും വിഭിന്നമായ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കേരളത്തിൽ നിലനിൽക്കുന്നത്. നമുക്കറിയാം, കാലിക്കറ്റ് സർവകലാശാലയിൽ ഒരു ഗവർണർക്ക് സമീപകാല ചരിത്രത്തിൽ ഒന്നും നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഉയർന്നത്. പിന്നീട് അത് കേരളത്തിലെ മുഴുവൻ തെരുവുകളിലേക്കും പടരുന്ന സാഹചര്യമുണ്ടായി. അതിന് മുഴുവൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉയർത്തിക്കാണിച്ച ഉത്തരവാദി മറ്റാരുടെയും പേരുകളായിരുന്നില്ല. കൃത്യമായി മുഖ്യമന്ത്രിയാണ് എനിക്കെതിരായ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്ന് പലതവണ അദ്ദേഹം വൈകാരികമായി ആവർത്തിക്കുകയായിരുന്നു. അത്തരമൊരു പ്രതിസന്ധിക്ക് ഇടയിലാണ് ഇന്ന് രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇന്നത്തെ ദിവസത്തെ ആകാംക്ഷയോടെ നോക്കിക്കണ്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ നേർക്കുനേർ കാണുമ്പോൾ ആരായിരിക്കും ആദ്യം പുഞ്ചിരിക്കുക എന്നതായിരുന്നു. അങ്ങനെ ഒരു പുഞ്ചിരി ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങൾ ഒരു കാര്യം വ്യക്തമാണ്. മുഖ്യമന്ത്രി അദ്ദേഹം സംസാരിക്കാൻ, അവിടേക്ക് വന്നാൽ സംസാരിക്കാൻ സന്നദ്ധനായിട്ടായിരുന്നു നിന്നിരുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് ഒരു പ്രേക്ഷകന്റെ കണ്ണിലൂടെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അത്തരത്തിൽ അദ്ദേഹത്തെ യാതൊരു തരത്തിലും ഗവനിക്കാതെ വേദിയിലേക്ക് നേരിട്ടെത്തി, സ്വാഭാവികമായി ഗവർണർ എത്തുമ്പോൾ എല്ലാവരെയും കൈകൂപ്പിക്കൊണ്ടാണ് അദ്ദേഹം വേദിയിലേക്ക് എത്തുന്നത്. ആ കീഴ്വഴക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മുഖത്ത് അദ്ദേഹത്തിന് സർക്കാരിനോടുള്ള നീരസം കൃത്യമായി പ്രകടമാക്കിക്കൊണ്ട് തന്നെ രണ്ട് മന്ത്രിമാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന അസാധാരണമായ ഒരു കാഴ്ചയ്ക്കാണ് കേരള രാജ്ഭവൻ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് സാക്ഷ്യം വഹിച്ചു. വിനോദ്, മുമ്പ് എനിക്ക് ഓർമ്മ വരുന്നത് സജി ചെറിയാൻ രണ്ടാമത് വീണ്ടും മന്ത്രിസഭയിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായ ആ കാഴ്ചയാണ്. അന്നും സമാനമായ ചില പ്രതിസന്ധി ഗവർണറും സർക്കാരും തമ്മിൽ ഇങ്ങനെ ഏറ്റുമുട്ടൽ നിൽക്കുകയായിരുന്നു. അന്ന് തൻ്റെ ഭരണഘടനാ ചുമതല മാത്രം നിർവഹിച്ചു പോകുന്ന ഗവർണറെ നമ്മൾ കണ്ടു. പക്ഷേ അതിനേക്കാൾ വലിയ സാഹചര്യമാണ് ഇന്നുണ്ടായത്. കാരണം ഈ സത്യപ്രതിജ്ഞയും അതിനുശേഷം ഗവർണറുടെ ചായ സൽക്കാരവും എന്നത് ഒരു സ്വാഭാവിക നടപടിയാണ്, കാലങ്ങളായി തുടർന്നു വരുന്നൊരു ശീലമാണ്. അതിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുക, ഒപ്പം തന്നെ രാജ്ഭവനിലേക്ക് എത്തുന്ന മുഖ്യമന്ത്രിയെയും പരിവാരങ്ങളെയും മന്ത്രിമാരെയും ഒക്കെ സ്വീകരിക്കുക ഗവർണർ, ഇതൊക്കെ നമ്മൾ കണ്ട് ശീലിച്ച കാഴ്ചകളാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സാഹചര്യം. ഈ പ്രതിസന്ധി, ഈ തർക്കം എത്തിയിരിക്കുന്ന ഒരു വലിയ അതിൻ്റെ ഒരു ഗർത്തം, അതിൻ്റെ ഒരു ആഴം വ്യക്തമാക്കുന്നതാണോ യഥാർത്ഥത്തിൽ ഈ രണ്ടുപേരുടെയും ഇന്നത്തെ ആ ഒരു കാഴ്ചകൾ, രണ്ടുപേരും അകന്നു നിൽക്കുന്ന ആ കാഴ്ചകൾ? വിനോദ് എങ്ങനെ കാണുന്നു? സൈത്ത പറഞ്ഞതുപോലെ നമുക്ക് ഈ ചാൻസലർ പദവിയിൽ നിന്ന് സ്വയം ഒഴിയാൻ പോയ ഗവർണറാണ്. ആ സമയത്ത് സർക്കാരാണ് അനുനയിപ്പിച്ച് അങ്ങ് പോകരുത് എന്ന് നിർബന്ധിച്ച് ഗവർണറെ പിടിച്ചു നിർത്തിയത്. പിന്നീട്
പല വട്ടം ഇങ്ങനെ ഈ ഗവർണറും മുഖ്യമന്ത്രിയുമായി കൊമ്പുകോർത്തപ്പോൾ അല്ലെങ്കിൽ അവർ തമ്മിൽ വലിയ തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ മന്ത്രിമാർ തന്നെ രാജ്ഭവനിലെത്തി അനുനയിപ്പിക്കുന്ന രീതി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കേക്കോ മറ്റ് സമ്മാനങ്ങളുമായി അവിടെ പോകുന്ന രീതി, ഈ രാജ്ഭവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ വിരുന്നിൽ പങ്കെടുക്കുകയും അവിടെ നിന്ന് നൽകുന്ന ഭക്ഷണം അത് അവിടുത്തെ വിരുന്നിൽ പങ്കെടുത്ത് മടങ്ങുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. പണ്ടും ഈ തർക്കങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു അനുനയത്തിന്റെ സാധ്യതയോ അല്ലെങ്കിൽ സൗഹൃദത്തിന് കോട്ടം തട്ടാത്ത തരത്തിലുള്ള ചില നീക്കങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സൈത്ത് കാര്യങ്ങളെല്ലാം പരിധി വിട്ട് പോയിരിക്കുകയാണ്. കാരണം ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനും രാഷ്ട്രപതിക്കും സംസ്ഥാന സർക്കാർ കത്ത് നൽകിയിരിക്കുകയാണ്. മാത്രവുമല്ല, ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ ഭേദഗതി കൂടി വരുത്തിയിട്ടുണ്ട്. അനിശ്ചിതകാലത്തേക്ക് ബില്ലുകൾ പിടിച്ചുവെക്കാൻ ഗവർണർമാർക്ക് അനുമതി ഇല്ലാതാക്കണം. അതായത് ഇപ്പോൾ ഗവർണർ ചെയ്തത് ഈ ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് പിടിച്ചുവെക്കുകയും സർക്കാർ സുപ്രീം കോടതിയിൽ എത്തുന്ന സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ സമാന രീതിയിൽ, അതായത് BJP ഇതര സർക്കാരുകൾ ഉള്ള സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ ചെയ്ത മാതിരി കേരള ഗവർണർ ചെയ്യുകയും മറ്റ് ഗവർണർമാർക്ക് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വിമർശനം ഉണ്ടാകുകയും ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ട് ഇദ്ദേഹം ഇവിടെ ഇരുന്ന ബില്ലെല്ലാം രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതേസമയം ഈ സർവകലാശാലകളുടെ കാര്യത്തിൽ ഗവർണർ എടുത്ത നിലപാടിനാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നൊരു അനുകൂലമായ തീരുമാനമുണ്ടായത്. ആ ഒരു സാഹചര്യം മുൻനിർത്തിയാണ് ഇപ്പോൾ കേരള സർവകലാശാല സെനറ്റിലേക്ക് ഉൾപ്പെടെ ഗവർണർ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും അതിനെതിരെയുള്ള SFIയുടെ അതിശക്തമായ സമരം നടക്കുന്നതും. ഗവർണർ SFIക്കാരെ ഗുണ്ടകൾ എന്ന് വിളിക്കുകയും ഈ ഗുണ്ടകൾക്ക് നേതൃത്വം നൽകുന്ന ആൾ മുഖ്യമന്ത്രി എന്ന് പറയുകയും ചെയ്യുന്ന നിലവരെ എത്തി. മറുവശത്താകട്ടെ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യവുമായി സർക്കാരും പ്രത്യക്ഷ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. പിന്നെ എവിടെയാണ് ഈ ചായകുടിയുടെ ഒരു സാധ്യത നിൽക്കുന്നതെന്നാണ് പ്രശ്നം. ഇനി അവർക്ക് മുഖാമുഖം നോക്കാൻ കഴിയുമോ? അങ്ങനെ നോക്കിയാൽ തന്നെ ഇതൊരു കാപട്യമായി മാറില്ലേ? ഇത് ഇരട്ടത്തപ്പാണെന്ന്, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് വരികയാണ്. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ UDF ഒക്കെ ഒരു അവസരം നോക്കിയിരിക്കുകയാണ്. ഇനി അവിടെ പോയി കെട്ടിപ്പിടിക്കുകയും രണ്ടുപേരും ചായ കുടിക്കുകയും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും വീണ്ടും പൊതുനിരത്തിലേക്ക് ഇറങ്ങി പരസ്പരം പോർവിളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു വൈകിയ വേളയായി പോയി. ഇനി ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യത വളരെ വിരളമാണ്. ഏതായിരുന്നാലും ഈ തിരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ കാണണം. കേന്ദ്ര സർക്കാർ വരിഞ്ഞു മുറുക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം ധനമന്ത്രി ഉൾപ്പെടെ പറയുന്നു, മുഖ്യമന്ത്രി ഉൾപ്പെടെ പറയുന്നു. കേരളത്തിന് ലഭിക്കാനുള്ള വിഹിതം പോലും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. ആ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഗവർണർ മറ്റ് പല വഴികളിലൂടെയും സംസ്ഥാന സർക്കാരിനെ ഞെരുക്കാനും പ്രതിസന്ധിയിലാക്കാനും ശ്രമിക്കുന്നു. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ കൊണ്ടുവരുന്ന നിയമങ്ങൾ അത് പാസാക്കാൻ പോലും കഴിയാത്ത വിധം പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് ഗവർണറുടെ പോക്കെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സർക്കാർ പറയുന്നുണ്ട്. സ്വാഭാവികമായും നമ്മൾ ജനായത്ത രാജ്യമാണ്. അവിടെ ജനപ്രതിനിധി ഒരു ഹൌസ് പാസാക്കുകയും അത് അംഗീകരിച്ച് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഒരു തവണ അയക്കുകയും തിരിച്ചയക്കുകയും ചെയ്താൽ ഒപ്പിടുക എന്ന ഒരു കീഴ്വഴക്കം ആണ് സാധാരണ നിലയിലുള്ളത്. പക്ഷേ അത് മറികടന്നു പോകുമ്പോൾ സ്വാഭാവികമായും ഈ പല കാര്യങ്ങളിലും ഭരണപ്രതിസന്ധിയും നേരിടും. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ഇനി ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യതയിലേക്ക് പോയാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുരഞ്ജനത്തിലേക്ക് പോയാൽ, അല്ല വിനോദ് പറയുന്നത് ഇത്തരം ഒരു അനുരഞ്ജനം ഉണ്ടാകുമെന്ന് ചിന്തിച്ച നമ്മളാണ് യഥാർത്ഥത്തിൽ അത്തരമൊരു ചിന്ത ഉണ്ടാവരുതായിരുന്നു. കാരണം ഈ തർക്കങ്ങൾക്ക് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ. ഇപ്പോൾ ഒരു അനുരഞ്ജനം ഉണ്ടായാൽ അതൊരു സർക്കാരിന്റെ പിന്നോട്ട് പോക്കായി വ്യാഖ്യാനിക്കപ്പെടും. അങ്ങനെയായിരിക്കുമല്ലേ വിനോദ്? തീർച്ചയായിട്ടും രണ്ടു കൂട്ടരും. ഗവർണർ പിന്നാക്കം പോയാൽ അദ്ദേഹം ഈ ഗുണ്ടകളെന്ന് വിളിച്ചതും മുഖ്യമന്ത്രിയെ രാജാവെന്ന് വിളിച്ചതും ആ തരത്തിൽ ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി സ്റ്റേറ്റ് പോകുന്നു എന്ന് ഗവർണർ പറയുകയും ചെയ്തിട്ട് വീണ്ടും ഒരു അനുരഞ്ജനത്തിന്റെ അന്തരീക്ഷം ഉണ്ടായാൽ ഇവർ എടുക്കുന്ന നിലപാടുകൾക്ക് എന്ത് സത്യസന്ധത എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരും. അതുകൊണ്ട് അവർ അങ്ങനെ നിൽക്കുന്നു. UDFനെ സംബന്ധിച്ച് ഈ സാഹചര്യത്തിൽ എന്ത് നേട്ടമുണ്ടാക്കാൻ കഴിയും? ഇവർ ഒത്തുതീർപ്പിലെത്തി ഇവർ പൊറോട്ട നാടകം ഈ സാഹചര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നത് കുഴയ്ക്കുന്ന പ്രശ്നമാണ്. കാരണം ഗവർണർക്കൊപ്പം നിൽക്കണമോ, ഗവർണറെ ന്യായീകരിക്കണോ, അതോ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കണോ? വലിയ കുഴയ്ക്കുന്ന വിഷയമാണ്. ഡാൻ, നമുക്കിതിന് രാഷ്ട്രീയം മാറ്റി നിർത്താം. അതിനപ്പുറത്തേക്ക് വന്നാൽ സംസ്ഥാനത്തെ സമാനത്തിന്, അതായത് ഈ പൊതുജനങ്ങളെ സംബന്ധിച്ച്
ഈ പ്രശ്നം അവരെ എങ്ങനെ ബാധിക്കുക എന്ന പ്രസക്തമായൊരു വിഷയമുണ്ടല്ലോ. കാരണം അത്യുന്നതമായ ഭരണഘടനാ പദവിയിലിരിക്കുന്ന 2 പേരാണ് ഇങ്ങനെ പോരടിക്കുന്നത്. അത് പ്രസ്താവനയിലല്ല, പരസ്പര വൈര്യം പോലുമുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളെ അത് നമ്മുടെ ഭരണഘടനാപരമായി തന്നെ ബാധിക്കുന്നു. ഇപ്പോൾ തന്നെ ബാധിച്ചു തുടങ്ങി. കാരണം സർവകലാശാലകളിൽ ഭരണ പ്രതിസന്ധിയുണ്ട്. അപ്പോൾ ഇത് വലിയ രീതിയിൽ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇത് ആ തരത്തിൽ ബാധിക്കില്ലേ? ഒന്ന്, മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഇതെന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തും വരെ ഇത് ഇനിയും രൂക്ഷമാവാനാണോ സാധ്യത? എങ്ങനെയാണ് അതിൻ്റെ രാഷ്ട്രീയം ഡാൻ വിലയിരുത്തുന്നത്? സ്വാതന്ത്ര്യാനന്തര ഭാരതം പിന്തുടർന്നു വരുന്നത് ഒരു ഫെഡറൽ ഗവൺമെന്റ് സംവിധാനമാണ്. അപ്പോൾ ആ ഒരു ഫെഡറൽ സംവിധാനത്തിൽ രാഷ്ട്രപതിയുടെ പ്രതിനിധിയായി സംസ്ഥാനങ്ങളുടെ മുഴുവൻ തലപ്പത്തിരിക്കുന്നത് റബ്ബർ സ്റ്റാമ്പ് എന്നൊക്കെ കളിയാക്കി പറയാറുണ്ടെങ്കിലും ഗവർണർ തന്നെയാണ്. പക്ഷേ ആ ഗവർണർ പദവിയിലിരുന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കാൻ സാധിക്കും എന്ന് ദേശീയ തലത്തിൽ തന്നെ അദ്ദേഹം എടുത്ത നിലപാടുകളിലൂടെ കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതവിടെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇനി നമ്മൾ ആകാംക്ഷയോടെ നോക്കാൻ പോകുന്നത് ജനുവരി 1 ആകുന്നു. സംസ്ഥാനം ബജറ്റ്, വലിയ ധനപ്രതിസന്ധിക്കിടയിൽ ബജറ്റ് അവതരിപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ ആമുഖ പ്രഭാഷണം നടത്താൻ ഗവർണർ നിയമസഭയിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. മുൻ വർഷങ്ങളൊക്കെ അദ്ദേഹം എത്തിയ സമയത്തെ കാര്യങ്ങൾ നമുക്കറിയാം. ഈ വർഷം അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു നിലപാടായിരിക്കും അദ്ദേഹം സ്വീകരിക്കുക? അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാനായി നൽകുന്ന ആ കുറിപ്പിൽ സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അപ്പാടെ അങ്ങ് നിയമസഭയിൽ ആവർത്തിക്കുമോ? അവിടെ കൃത്യമായി തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന കാർക്കശ്യം നിറഞ്ഞ നിലപാട് അവിടെയും അദ്ദേഹം സ്വീകരിക്കുമോ? ഇനി രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഒരുപക്ഷെ ആ ബജറ്റ് പ്രഭാഷണത്തിലേക്കായിരിക്കാം. തീർച്ചയായും. എന്തായാലും ഡാൻ പറഞ്ഞത് വളരെ പ്രസക്തമാണ്. നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഇക്കണോമിക് സർവേ, പിന്നീട് ഉണ്ടാവുന്ന ബജറ്റിൻ്റെ ആമുഖം, ഇതിൽ ഗവർണർ ഭരണഘടനാപരമായി നിർവഹിക്കേണ്ട റോളുകളുണ്ട്. അവിടെ സ്വാഭാവികമായും ഗവർണറുടെ പ്രസംഗം തയ്യാറാക്കുന്നത് സർക്കാരാണ്. അപ്പോൾ അത് ഗവർണർ അതിനോട് സ്വീകരിക്കുന്ന സമീപനം മുമ്പും ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഇത്തവണ അങ്ങേയറ്റം ആകാംക്ഷ ഇക്കാര്യത്തിൽ ഉണ്ടാകും, അത് തർക്കമില്ല. നമുക്ക് പരിശോധിക്കാം. മടങ്ങി വരാം ഇടവേളയ്ക്ക് ശേഷം. പഴയതെല്ലാം മറന്നിക്കൂ. മടങ്ങി വരുന്നു. വിനോദ്, നമുക്കിനി ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ, ഈ ഗവർണറുടെ കാലാവധി വരെയെങ്കിലും ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകുമെന്ന് തൽക്കാലം നമുക്ക് കരുതുക വയ്യ. അങ്ങനെയല്ലേ വിനോദ്? കാരണം ഈ ഏറ്റുമുട്ടൽ അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലാണല്ലോ. അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി കത്തയക്കുന്നു, ഗവർണറും സമാന നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഒരു പ്രശ്ന പരിഹാരം, ഇതിലൊരു മഞ്ഞുരുക്കമോ പരിഹാരമോ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല, അല്ലേ വിനോദ്? എൻ്റെ ഒരു ധാരണയിൽ എനിക്ക് തോന്നുന്നത്, കാരണം ഈ ഒരു സമയത്ത് ഇനി ഒരു വലിയ ഒത്തുതീർപ്പിലേക്ക്, കാരണം കോടതി കയറിയ ഒരു സംഭവമാണ്. സുപ്രീം കോടതിയുടെ മുമ്പിലും കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിലും രാഷ്ട്രപതിയുടെ മുമ്പിലും നിൽക്കുന്ന വിഷയങ്ങളിൽ ഈ ഔട്ട് ഓഫ് കോർട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ബോഡികൾക്ക് പുറത്ത് ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യത വിരളമാണ്. കാരണം അങ്ങനെ ഒരു അന്തരീക്ഷമല്ല നമ്മളിന്ന് രാജ്ഭവനിൽ കണ്ടത്. മാത്രവുമല്ല, സൈത്ത് പറഞ്ഞതുപോലെ ഈ ഗവർണറുടെ കാലാവധി പൂർത്തിയായാൽ BJP ഇതര സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വെച്ചിട്ടുള്ള ഗവർണർമാരുണ്ട്. അല്ലെങ്കിൽ അവരാണെങ്കിൽ അവർ, അല്ലെങ്കിൽ ഇതേ രീതിയിൽ ഇടപെടുന്ന മറ്റാളുകൾ, അവരെ വീണ്ടും ഗവർണറായി വെച്ചാലും തുടർന്ന് വരുന്ന സർക്കാരുകൾ, അത് LDF ആവട്ടെ UDF ആവട്ടെ, ആ കാലഘട്ടങ്ങളിലൊക്കെയും ഇങ്ങനെയുള്ള ഗവർണർമാർ വന്നാൽ, ഇതൊരു കീഴ്വഴക്കമായാൽ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന് അതൊരു ഗുണകരമായ കാര്യമായിരിക്കില്ല. ഇവർക്കിടയിൽ ഒരു അനുരഞ്ജനവും സൗഹൃദവും ലയിസണും ഒക്കെ വേണ്ടതാണ്. കാരണം ഇത് ഭരണപരമായ കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയം നമ്മൾ ഒരു വശത്ത് പറയുമ്പോൾ തന്നെ ഈ സ്റ്റേറ്റിന്റെ സുഗമമായ നടത്തിപ്പ് എന്ന് പറയുന്ന കൃത്യമായ കാര്യമുണ്ട്. ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നേടാനും അത് ചർച്ച ചെയ്യാനും അത് നിയമങ്ങളായി വരാനും ഒക്കെയുമുള്ള അവസരം, ആ അവസരങ്ങൾ അപ്പാടെ നഷ്ടപ്പെട്ടു പോകുന്നത്, ഈ തമ്മിലടിയിൽ നഷ്ടപ്പെട്ടു പോകുന്നത് അത് ശുഭകരമായ കാര്യമല്ല. നമ്മുടെ നാടിന്റെ പുരോഗതിക്കും മുന്നോട്ടുള്ള യാത്രയ്ക്കും ഇങ്ങനെയുള്ള ഈ വിഴുപ്പലക്കൽ, പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലെവലിൽ ഇരിക്കുന്ന ആളുകളാണ് മുഖ്യമന്ത്രി, ഗവർണർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരിപ്പിടങ്ങളിലുള്ള ആൾക്കാരാണ്. അവർ തമ്മിൽ ഇങ്ങനെ ദീർഘകാലം ഇതിനൊരു അന്ത്യം ഇല്ലാതെ ഇങ്ങനെ അടിച്ചടിച്ച് പോകുന്നത് പൊതുവിൽ നമ്മുടെ സ്റ്റേറ്റിന് ഗുണം ചെയ്യില്ല, ജനങ്ങൾക്ക് ഗുണം ചെയ്യില്ല എന്നാണ് പറയാനുള്ളത്. ശരി ഡാൻ, ഒരു കാര്യം, ഒരുപക്ഷെ സാങ്കല്പിക ചോദ്യമെന്ന് കരുതിക്കോളൂ. പിണറായി വിജയൻ ആയിരുന്നില്ല മുഖ്യമന്ത്രി സ്ഥാനത്ത് എങ്കിൽ, നമ്മളിപ്പോൾ പരസ്പര വൈര്യമാണ്, ഇരു വ്യക്തികളുടെ ഈഗോയാണ് ഇത്തരം തർക്കത്തിലേക്ക് എത്തിച്ചതെന്നൊക്കെ പറയുന്നു.
പക്ഷേ പിണറായി വിജയൻ അപ്പുറം മറ്റൊരു മുഖ്യമന്ത്രി ആണെങ്കിലും ഇതേ കാഴ്ചകൾ തന്നെ ഉണ്ടാകുമെന്നാണ് ഡാൻ കരുതുന്നത്? അതോ ഈ രണ്ട് വ്യക്തികളുടെ ഈഗോ വിഷയം അതുകൊണ്ടാണ് ഈ തരത്തിലേക്ക് ഇത് പോയത്, അങ്ങനെ കരുതുന്നുണ്ടോ ഡാൻ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ആരായിരുന്നോ ഇരിക്കുന്നത് തീർച്ചയായിട്ടും ആ പാർട്ടിയുടെ നിലപാട് ആ മുഖ്യമന്ത്രി നടപ്പിലാക്കേണ്ടതായി വരും. ഒരു കാരണവശാലും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിക്ക് മുമ്പിൽ താഴ്ന്നു കൊടുക്കാൻ CPM എന്ന പ്രസ്ഥാനം തയ്യാറാകത്തില്ല. ആ പശ്ചാത്തലത്തിൽ രണ്ട് പ്രസക്തമായ കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ഇത് രാഷ്ട്രീയ നാടകമാണ് നടക്കുന്നതെന്ന ആക്ഷേപത്തിന്റെ പ്രസക്തി ഇന്നുകൊണ്ട് നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷം ഇനി ആർക്കൊപ്പം നിൽക്കും എന്നൊരു വലിയ ചോദ്യം വരും. അതിനപ്പുറത്തേക്ക് ഗവർണർ ഇങ്ങനെയൊരു പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെ കൊണ്ട് എത്തിക്കുമ്പോൾ ഇവർക്കിടയിൽ മധ്യസ്ഥനാകാൻ കഴിയുന്ന ആരും സംസ്ഥാനത്തില്ല എന്ന വളരെ കൗതുകകരമായ ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമായി വരികയാണ്. സൈറ്റ് ഒരുപക്ഷെ ഡാൻ സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവും ഈ തർക്കം ഇങ്ങനെ തന്നെ പോകാൻ. കാരണം ഇതിന് പിന്നിലൊരു രാഷ്ട്രീയമുണ്ടല്ലോ. ഗവർണറും മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമാണ്, സർക്കാരിനും ഒരു രാഷ്ട്രീയമുണ്ട്. തീർച്ചയായിട്ടും ആ ഇരു രാഷ്ട്രീയങ്ങൾക്കിടയിൽ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് അപ്രസക്തമായി പോകുന്ന ഒരു സാഹചര്യം തൽക്കാലത്തേക്കെങ്കിലും ഈ വിഷയത്തിൽ വരുന്നുണ്ട്. കാരണം ഇന്ന് തൊട്ട് അതിന്റെ പ്രസക്തി ഇനി വർദ്ധിക്കും. ഇനി അത് നാടകമെന്ന് പറഞ്ഞ് ഒഴിയാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനോ KPCC അധ്യക്ഷൻ K സുധാകരനോ ഒന്നും കഴിയില്ല. കൃത്യമായ ആ മുഖഭാവങ്ങളിൽ തന്നെ വൈരം നിലനിൽക്കുന്നുവെന്ന് പ്രകടമാകുന്ന അസാധാരണമായ കാഴ്ചകൾക്കാണ് രാജ്ഭവൻ അല്പസമയം മുമ്പ് സാക്ഷ്യം വഹിച്ചത്. യെസ്, എന്തായാലും ഇത് ഈഗോയാണോ അല്ലെങ്കിൽ ഈ പരസ്പര വൈര്യം പരിധി കടക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം പ്രസക്തിയുണ്ട്, തർക്കമില്ല. പക്ഷേ ഈ ഏറ്റുമുട്ടലിന് പിന്നിലെ രാഷ്ട്രീയം പ്രതിസന്ധിയിലാക്കുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളെയാണ്. പൊതുജനങ്ങൾക്ക് വേഗത്തിൽ ലഭ്യമാവേണ്ട സേവനങ്ങളും പാസാക്കപ്പെടേണ്ട നിയമങ്ങൾക്കുമെല്ലാം അനിശ്ചിതത്വം പല രൂപത്തിലുണ്ടാകുന്നു. അതൊരു ഭരണഘടനാ പ്രതിസന്ധിയായി മാറുന്നു. ഈ തർക്കങ്ങൾക്ക് തൽക്കാലം പരിഹാരമുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അന്തിച്ചർച്ച പൂർണ്ണമാവുന്നു. നമസ്കാരം. ഇത് നിങ്ങളുടെ